കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ കഥയുടെ ഹീറോ. നമ്മുടെ ഹീറോ നല്ല സ്റ്റണ്ടൊക്കെ ചെയ്ത് നമ്മുടെ ഹീറോ പോലീസുകാരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ മുന്നേറി പൊക്കോണ്ടിരിക്കുമ്പോൾ നേരെ ചെന്ന് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തേക്ക് ചെന്ന് വീഴുകയാണ് നമ്മുടെ ഹീറോ. ഹീറോ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് പോലീസുകാരെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് അവനെ മെഡിക്കലൊക്കെ കൊടുത്താൽ വെള്ളത്തിൽ വീണതുകൊണ്ട് മെഡിക്കലൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമ്മുടെ സ്വന്തം റോക്ക് അങ്ങോട്ട് കടന്നു വരുന്നത്. റോക്ക് കടന്നു വരുന്ന പറഞ്ഞേ റോക്ക് ഇവനെന്താ ഈ കാണിക്കുന്നത്, ഇവനെന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ കാര്യമൊക്കെ മനസ്സിലായി. റോക്കിന് ഇത്തിരി അത്യാവശ്യം മിലിറ്ററിയൊക്കെ പവറൊക്കെ ഉള്ളത് കൊണ്ട് അവൻ നമ്മുടെ ചെറുക്കൻ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചെറുക്കന് നമ്മുടെ റോക്കിനോട് വലിയ സ്നേഹമൊന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ രണ്ടാനച്ഛനായതുകൊണ്ട് അവന് വലിയ സ്നേഹം. പക്ഷേ റോക്കിന് അവനെ ഇഷ്ടമാണ്. പക്ഷേ അവനെ അത്ര ഇഷ്ടമൊന്നുമില്ല നമ്മുടെ റോക്കിനോട്. റോക്കിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് അവന് മൈൻഡ് പോലും ചെയ്യാതെ അവൻ മുന്നിലേക്ക് കടന്നുപോയി. നേരെ കാറാ ചെന്ന് കയറിയിരുന്നു. അവൻ അമ്മ ചോദിച്ചു, എന്താ പ്രശ്നം, നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അതൊന്നും അവൻ വലിയ കാര്യമാക്കാതെ വലിയ കാര്യമൊന്നും ആക്കാതെ അവനൊരു പേപ്പർ എടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവനെ പോലീസുകാർ ചേസ് ചെയ്യാൻ കാരണം ഈ പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ അകത്ത് എന്തൊക്കെയോ രഹസ്യമുണ്ട്. പക്ഷെ അവനൊന്നും മനസ്സിലാകുന്നില്ല. അത് ഏത് ഭാഷയാണെന്ന് പോലും അവന് മനസ്സിലാകുന്നില്ല. അവൻ എന്തൊക്കെയോ കിളിയടിച്ചു ഇങ്ങനെ. ഇതിപ്പോൾ നമ്മുടെ റോക്ക് അങ്ങോട്ടേക്ക് റൂമിലേക്ക് കയറി വരുവാൻ. റൂമിലോട്ട് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ റോക്ക് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ വലിയ മൈൻഡൊന്നും ആക്കാൻ റോക്കിന് മിണ്ടാക്കി. റോക്ക് അതിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ റോക്ക് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇതൊരു കോഡാന്ന് പറഞ്ഞ് ഞാനിതെല്ലാം ജോലിയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു ഞാൻ മിലിറ്ററിയിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ തള്ളാതെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു എനിക്ക്. പെട്ടെന്ന് നമ്മുടെ റോക്ക് എല്ലാം വായിച്ചു കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ് ഇതിനകത്തൊരു ലാൻഡിനെ പറ്റിയാണ് പറയുന്നത്. ആ ലാൻഡിൻ്റെ സ്ഥലമാണ് പറയുന്നതെന്ന് നമ്മുടെ റോക്ക് നമ്മുടെ ഹീറോയോട് പറയുകയാണ്. കേട്ട പാതി കേൾക്കാൻ നമ്മുടെ ഹീറോ ഒറ്റ ഓട്ടം. എങ്ങോട്ടാ ഓടിയെന്നൊന്നും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹീറോയ്ക്ക് പെട്ടെന്ന് പോയി എന്തൊക്കെയോ തപ്പാൻ തുടങ്ങി. എന്താ കാര്യമെന്ന് നമ്മുടെ റോക്കിന് മനസ്സിലാകും. നമ്മുടെ റോക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 3 ബുക്ക് എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറയും ഇതിനകത്താണ് ആ കാര്യമാണ് ഇതൊരു മാപ്പാണെന്ന് പറയുന്നത്. ഇത് 3 മാപ്പുണ്ട് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നു. ഉടൻ തന്നെ നമ്മുടെ റോക്കിന് എന്തോ സംശയം അടിച്ച്. എന്താ കാര്യം, ഇത് ഒരു മാപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ബുക്കിൽ നിന്ന് ആ പേപ്പർ കീറി 3 ബുക്കിൽ നിന്ന് 3 പേപ്പറും കീറി എടുത്ത് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ തന്നെ തീരുമാനിക്കുക നമ്മുടെ റോക്ക്. ഇങ്ങനെ ശ്രദ്ധിച്ചെല്ലാം സെറ്റാക്കി കറക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റായിട്ട് മാപ്പെല്ലാം ശരിയായ ദിശയും സ്ഥലങ്ങളിലും ഒക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് ആ ലാൻഡിൻ്റെ പേര് തന്നെയായിരുന്നു. അത് ആ ലാൻഡിലേക്കുള്ളൊരു മാപ്പ് മാത്രമായിരുന്നു അത്. പെട്ടെന്ന് നമ്മുടെ ചെറുക്കാൻ വേണ്ടാത്ത അവൻ്റെ തുണി എല്ലാം പെറുക്കി കെട്ടി ബാഗിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് നീ എവിടെ പോകാൻ പോവാ, എനിക്ക് ആ ലാൻഡിൽ പോകണം, എൻ്റെ അപ്പൂപ്പനെ കാണണം, ഈ ബുക്കിലുള്ളതെല്ലാം സത്യമാണെന്ന് പറയാം. റോക്ക് അപ്പം പറയും ഇതൊക്കെ പൊട്ടന്മാരൊക്കെ അവരെ ഇമാജിനാണ്, കുറേ പൊട്ടന്മാരൊക്കെ എഴുതി വെക്കുന്ന ബുക്കൊക്കെ കേട്ടിട്ട് നീ എന്തൊക്കെയായി പറയുന്നു, നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, നീ എന്തൊക്കെയായി പറയുന്നു, നീറ്റ് വെറുതെ എന്തെല്ലൊക്കെയാണ് ഇവ. അല്ല ഇതെൻ്റെ അച്ഛൻ ഇത് എൻ്റെ മുത്തശ്ശൻ എഴുതിയതാണ്, ഇതിൽ സത്യമുണ്ട്, എൻ്റെ മുത്തശ്ശനും കാണാതെ പോയിട്ടുണ്ട്, കാണാതെ പോകാൻ ഈ സ്ഥലത്ത് എൻ്റെ മുത്തശ്ശൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ പോകും, അതെനിക്ക് അറിയണം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, അവിടെ എന്തോ ഉണ്ട്, അവിടെ എന്തോ കാര്യമുണ്ട്, അവിടെ പോയേ പറ്റൂ, നിങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന് പറയും. പെട്ടെന്ന് നമ്മുടെ റോക്ക് നൈസായിട്ട് നമ്മുടെ റോക്കിൻ്റെ പുതിയ ഭാര്യയോട് സംസാരിക്കാൻ റോക്ക് ചോദിക്കും നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛൻ എന്താണ് ഈ ഓരോ കഥയൊക്കെ എഴുതുന്നുണ്ടോ, അതുപോലത്തെ ഒന്നും നമ്മുടെ ചെറുക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ചെറുക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും സത്യമുണ്ട് ഇതിലൊക്കെ. അപ്പോൾ നമ്മൾ പറയും എനിക്കിതിനെ പറ്റി വലിയ കാര്യമൊന്നും അറിയത്തില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ കാര്യം നടത്തില്ല, അവൻ അവിടെ പോകണമെന്ന് പറയുന്നത്, അവനെ കൊണ്ടുപോകണ്ട, അവന് ഇതുപോലൊക്കെ അഡിക്റ്റായി പോയി ഇതിൻ്റെയൊക്കെ. അന്നേരം നമ്മുടെ ഹീറോ പറയും എന്തെങ്കിലും ആട്ടെ, ഞാനും ഒന്ന് കുറേ നാളായി എവിടെയൊക്കെ പോയിട്ട്, അപ്പം ഞാനൊന്നും ഒറ്റയ്ക്കൊന്നും എവിടെയെങ്കിലും പോയിട്ട് എത്ര നാളാണെന്നറിയാം, ഞാനൊന്ന് പോയിട്ട് വരാം. അങ്ങനെ അതിരാവിലെ തന്നെ നമ്മുടെ ഹീറോയും നമ്മുടെ ചെറുക്കനും കൂടെ ഇറങ്ങി. അവൻ നേരെ ഒരു കപ്പൽ കണ്ടുപിടിക്കാനാണ് തപ്പി നടക്കുന്നത്. ഇപ്പം കപ്പൽ കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ്. ഈ സ്ഥലം പറഞ്ഞിട്ട് ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് ഒരു നമ്മുടെ പറക്കുന്നതിൽ നമ്മുടെ ദിലീപേടൻ്റെ അത്ര ഒരു ഹെലികോപ്റ്റർ കണ്ടെത്തി. പക്ഷെ ആ ചെറുക്കനെ അങ്ങോട്ട് വന്നപ്പോൾ അയാളുടെ മോളെ കണ്ടപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ഉള്ളിലെ കോലി വിടർന്നു. അതുകൊണ്ട് അവളോട് ഇങ്ങനെ സൊല്ലി ഇരുന്നപ്പോൾ അവൾ പറഞ്ഞ് 3000, ആദ്യം 1000 പറഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞ് 2 3 4 കുഴപ്പമില്ല, ഞങ്ങൾ വരുന്നത്, നമ്മളെ റോക്കിൻ്റെ കിളി അടിച്ചു പോയി. എന്താ കാരണം, റോക്കിൻ്റെ പോക്കറ്റിലെ പൈസയല്ലേ പോകുന്നു, ഇനിയും പറയാൻ പോയാൽ ഇവൾ വല്ല കൂടുതൽ പൈസ മേടിക്കുക, എൻ്റെ അത്ര പൈസ, നീ ഇങ്ങോട്ട് വാ, നമുക്കിതേ കയറിപ്പോവാം, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ദൈവമേ അവിടെ ചെല്ലുവോ ആർക്കറിയാം, ദൈവമേ നമുക്ക് പോകാൻ തുടങ്ങാമെന്ന് പറഞ്ഞു പുള്ളിക്കാരോട് പറഞ്ഞു. അതിനെന്നാ പോകാമല്ലോ, ഈ പുള്ളിക്കാരൻ കണ്ടുപിടിക്കും മോളിങ്ങനെയൊക്കെയാണല്ലോ, കയറിക്കോളാൻ പറഞ്ഞത്. അവരങ്ങോട്ട് പറഞ്ഞ് നമ്മുടെ പറക്കം തെളിയെ പോകുന്ന പോലെ പറക്കുന്നില്ല, നമ്മുടെ ദിലീപേട്ടൻ്റെ ബസ് പോകുന്ന പോലെ പുകച്ചൊക്കെ പോകുന്ന നമ്മുടെ ഹെലികോപ്റ്റർ പുകഞ്ഞ് അങ്ങനെ വളഞ്ഞും ചരിഞ്ഞൊക്കെയാണ് പോകുന്നത്. കടലിൻ്റെ നടുക്കടവാണ് വീണ പണിക്കുറ്റം തന്നെ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. 2 പേരാണ് ഫ്രണ്ട് ചെയ്യും, നമ്മുടെ റോക്കും നമ്മുടെ ഈ കൊച്ചിൻ്റെ ഈ പെണ്ണിൻ്റെ അച്ഛനും ആണ് ഇരിക്കുന്നത്.
നമ്മുടെ ചെറുക്കൻ കോഴി പാട്ടൊക്കെ പാടി സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ അറിയാതെ നോമല്ല തുമ്പി ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുക. നിന്നോടിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ മിണ്ടായിരിക്കണം, എനിക്ക് സഹിക്കാൻ പറ്റില്ല നിൻ്റെ ഒരു ചിലപ്പ്. അവൻ്റെ ഒരു പാട്ട് ചെറുക്കൻ്റെ മനസ്സ് നൊന്ത് പാവം നമ്മുടെ ചെറുക്കൻ വീണ്ടും യാത്ര തുടർന്നു. ആ കഥയിൽ ഒരു 8ന്റെ പണി കിട്ടി. ഫ്രണ്ടിൽ മൊത്തം മിന്നൽ, ഭയങ്കര മിന്നൽ, രണ്ടുപേരും ഗ്ലാസ്സൊക്കെ ഊരിയേ. ഇതെന്തോ ആണ് നേരെ കൊണ്ട് കയറും നമ്മുടെ ചെറുക്കന്. തന്നെ പറയുക, പെണ്ണ് പറയുക വേണ്ട ഇത് വലിയ പണി കിട്ടും. ആ ചെറുക്കൻ പറയാം നേരെ കൊണ്ട് കയറ്റേ നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ കണ്ണ് കളിക്കുക, നമ്മളത് തിരിയുന്നില്ല. പുള്ളിക്കാരൻ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, അത് ജാമായി നിൽക്കുക. അത് ഓടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജാമെന്നൊക്കെ പറഞ്ഞാൽ ടൈറ്റ് അനങ്ങുന്ന പോലും ഇല്ല. ഇതും കൊണ്ട് നേരെ ഒന്ന് കയറാതല്ല ഒരു വഴിയില്ല, ഇത് ചരിയുന്നുമില്ല, അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകും. പെട്ടെന്ന് നിൽക്കുകയാണ് നമ്മുടെ എല്ലാ 4 പേര് നേരെ അതിനകത്ത് കയറി. നമ്മുടെ പ്ലെയിൻ പറക്കുതളയിലെ വണ്ടിയല്ലേ, ഇന്ന് പൊളിഞ്ഞെല്ലാം കൂടെ അടിച്ച് കുത്തി എല്ലാവരും പോയി. നമ്മുടെ ചെറുക്കൻ്റെ ബോധം വരെ പോയി. നമ്മുടെ റോക്ക് വന്ന് നോക്കുമ്പോൾ അയ്യോ സ്വർഗത്തിലെത്തിയോ, എൻ്റെ ദൈവം ഇവിടെ ഉണ്ടോ റോക്ക് നാം വിചാരിക്കുമ്പോൾ അല്ല നമ്മൾ സ്വർഗത്തിലൊന്നുമില്ല, നമ്മൾ ആ ദ്വീപിലെത്തി എന്ന് പറയും. പെട്ടെന്ന് നമ്മുടെ ചെറുക്കൻ ചാടി കണ്ടില്ല, നോക്കുമ്പോൾ ഇവിടെ അങ്ങ് ഒന്നും കാണുന്നില്ല, ഒരു മനുഷ്യനെ പോലും ഒരു മനുഷ്യനില്ലാത്ത സ്ഥലം വേണ്ടി. അവിടെ ഒരു മാപ്പും കിട്ടി. ആ മാപ്പ് എടുത്തുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചെറുക്കൻ അത്ര ഇതെന്തോടെ സാധനം, ഇതെന്തോ നിങ്ങൾക്ക് അറിയുന്നൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു തോക്കല്ല വെടി വെക്കുന്ന ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അവർക്ക്. അത് അവരെ എടുത്തുകൊണ്ട് വിളിക്കാനും പോയി അവരകത്തോട്ട് ചെന്നൊരു ഊഹത്തിൽ കയറി ചെന്നപ്പോഴത്തേക്ക് അവർ ഞെട്ടിപ്പോൾ അതുപോലത്തെ ഒരു കാഴ്ചയാണ് അവർ കണ്ടതോ നല്ലൊരു കാഴ്ച. നമ്മളെ മനുഷ്യരുടെ കൈ കയറി കഴിഞ്ഞാൽ ഇത് ജാത്താൻ്റെ കോട്ടയായി നമ്മുടെ ഈ ഇറത്ത്. അല്ലാത്തപ്പോൾ നല്ലൊരു സ്ഥലമാണ്, പൂമ്പാറ്റിക്കൊക്കെ വേണ്ട നമ്മുടെ അത്ര വലുപ്പം. ഇതെന്താണ് സ്ഥലം, മായാലുള്ള സ്ഥലമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യും. എന്നിട്ട് ദൈവം ഒരു ആന അവരുടെ രണ്ടും പോയി അടിച്ചു പോയി. പേടിച്ച് അവരെങ്ങോട്ട് പോകണമെന്ന് അടുത്ത് അവർ തിരിഞ്ഞ് നോക്കും, അവർ ഞെട്ടിപ്പോയി. ഇതെന്തോ അവിടെ പൂച്ചടത്രയുള്ള ആനയാണെന്ന് അവർ വിചാരിച്ചേ. ഇവിടുന്ന് ഈ ആന ഞാൻ കൊണ്ടുപോകില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഇവിടുത്തെ എന്നും ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇവിടെ വരരുത്, ഇവിടെ വന്നാൽ ഇതെല്ലാം നശിച്ചുകൾ. ഇതെന്ത് കൊള്ളാമല്ലോ, വീട്ടിലെടുത്തോണ്ട് പോയാലോ. റോക്ക് പറയുമ്പോൾ വേണ്ട ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളത്, ഇവിടൊക്കെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നു. വീണ്ടും എല്ലാവരും ഇതും കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുവാണ്. സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നുന്നു. എല്ലാവരും നടന്നു കഴിഞ്ഞു അപ്പൂപ്പനെ തപ്പി. അപ്പൂപ്പൻ എവിടെയാണ്, നമ്മുടെ അപ്പൂസാണ്. അപ്പൂസ് എവിടെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ അപ്പൂസിനെ വിളിക്കണം, അത്ര വലിയ പേരാണ്. ഇവരെന്താ ഈ 6 മണിയൊക്കെ നമ്മുടെ റോക്ക് ചവിട്ടിയപ്പോൾ താഴാൻ തുടങ്ങി. എന്തോന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക, എന്തോ പ്രശ്നമാണെന്ന് നമ്മുടെ ചേട്ടനെ പറഞ്ഞപ്പോൾ അവർ നോക്കുമ്പോഴാണ് മനസ്സിലായത് അതൊരു മുട്ടയാണ്. മുട്ടയാണ് അതിൻ്റെ അമ്മ അടുത്ത് കാണില്ല. നേരെ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കേ, നമ്മളൊക്കെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ചെറുക്കൻ ഓന്താണോ നിൽക്കുന്നത്. ദൈവമേ എൻ്റെ ദൈവമേ, ഓന്തിൻ്റെ മുട്ടയുടെ മണ്ടയ്ക്കാണെന്ന് വെച്ചാൽ പെണ്ണ് കണ്ണും മിടിച്ച് നിൽക്കുമോ. നേരെ നമ്മുടെ ചെറുക്കൻ്റെ ആ കൊച്ചിൻ്റെ അച്ഛൻ നേരെ അടിച്ചും കുത്തി മുട്ടയ്ക്കകത്ത് വീണ്. പുള്ളിക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഓന്ത് വെറുതെ വിടുമോ മുട്ട പൊട്ടി. എൻ്റെ മുട്ടയെല്ലാം എടുക്കുന്നോടാന്ന് ചോദിച്ചാൽ എല്ലാവരും ചിരി പാഞ്ഞ് ഓടി അണച്ച് തല്ലി. നമ്മുടെ ചെറുക്കനൊക്കെ പഠിച്ചില്ല. നമ്മുടെ റോക്ക് അന്നേരം എന്താ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പേരിങ് മറന്നുപോയി. അതുകൊണ്ട് അതെടുത്ത് ഫ്രണ്ടിലോട്ട് കത്തിച്ച് വെക്കുവാണ്. അതെന്തോ അതൊരു ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ അതങ്ങ് തിന്ന് റോക്ക്. എൻ്റെ ദൈവമേ, ഒരു പുകയൊക്കെ വിട്ട് നമ്മുടെ ഓന്നപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇതന്നെ ഗുസ്തി മത്സരം ഇവിടെ ഇടിക്കാൻ പോകണം. എൻ്റെ ദൈവമേ, റോക്കിന് ഇടിച്ചൊക്കെ അതിന് താഴെ എടുത്ത്. അതാണല്ലോ എന്തോ ചെറിയൊരു ജീവൻ ഒരു കൂസലും ഇല്ലാതെ നിൽക്കും. റോക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ എൻ്റെ കാര്യം ചെയ്യും. നമ്മുടെ ചെറുക്കൻ പേടിച്ചു. അതിന് എന്തൊക്കെയോ ഇങ്ങനെ നിവർത്തി എന്താ പറയുന്നത്, ചകള പൊക്കി കാണിച്ച് എല്ലാവരും ഞെട്ടി. അവരുടെ കീഴിൽ പെട്ടെന്നൊരു കമ്പ് വന്ന് അടിച്ച് കുറേ ഭാഷ ഇങ്ങനെ കുറേ അടി കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഓന്ത് തിരിച്ചിങ്ങി പോകുന്നു. അപ്പോൾ ഒരു മാസ് സ്റ്റൈലിൽ നമ്മുടെ അപ്പൂപ്പൻ, എൻ്റെ ദൈവം പേര് പറയാൻ പറ്റില്ല, അത്ര വലിയ പേരാണ്, അവിടെ ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ചെറുക്കനെ കണ്ട് ഭയങ്കര സന്തോഷം. നീ ഇവിടെ വന്ന് നിന്നെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നിന്നെ കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ നമ്മുടെ അപ്പൂപ്പൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുവാണല്ലോ ഹായ് എന്നൊക്കെ വെച്ച് നമ്മുടെ റോക്കുമായിട്ട് കൈയൊക്കെ കൊടുത്ത് നീ സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ഇവിടെ ഒരു നിധിയുണ്ട്, എന്തെല്ലാം ഉണ്ടെന്നറിയാം, ഇവിടുത്തെ അത്ഭുതം, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ഥലമല്ല, ഇത് സൂപ്പർ സ്ഥലമാണ്. പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ ഒരു താവളം തന്നെ അപ്പൂപ്പൻ ഉണ്ടാക്കി. നമ്മുടെ അപ്പൂസ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവരും ചുറ്റുമൊക്കെ നോക്കും. നല്ല രസമുണ്ട് കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പം പറഞ്ഞു ഒരാഴ്ച നമുക്ക് ഇന്നിട്ടൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോൾ പെണ്ണ് പറയുമ്പോൾ നിൽക്കുക അപ്പൂപ്പൻ പറയുമ്പോൾ ആ പെണ്ണ് പറയും ഇപ്പം തന്നെ എനിക്ക് ഇവിടുന്ന് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകണം.
ഒരിക്കലും നടക്കത്തില്ല. ഇതിലെ ഒരു സാറ്റലൈറ്റ് എന്താ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ പറന്നങ്ങ് പോകും. ആ സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ റേഞ്ച് കൊടുക്കാൻ, അല്ലാതെ ഇവിടെ ഒരു റേഞ്ചും ഇല്ല, ഒന്നും ഇല്ല. ഇവിടെ ആരും വരാൻ പോകുന്നില്ല, നമ്മൾ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. ഒരു പെണ്ണിൻ്റെ കിളി വരെ അടിച്ച് പോയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ദൈവം നമ്മൾ ഇറങ്ങി വരും, സാരമില്ല നമുക്ക് 2 ആഴ്ചക്കൂടെ ഇന്നിട്ടൊക്കെ പോകാമെന്ന് നമ്മുടെ കോഴിയായി നമ്മുടെ ചെറുക്കൻ പറയും. അപ്പം അങ്ങോട്ട് പോടോന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. റോക്ക് കൊള്ളാമല്ലോ നീ എന്ന് പറഞ്ഞ്, കൊള്ളാൻ മോനെ നീ ഇങ്ങനെയൊക്കെ വേണം, നീയൊക്കെ ഇങ്ങനെ ആകണം നമ്മുടെ ചെറുപ്പം പറയും. പിന്നെ ഇവിടെ നിൽക്കാൻ എന്തെല്ലാം വേണമെന്നൊക്കെ, ഇവിടെ ആഹാരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാം കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫോണൊന്നും വർക്കാകത്തില്ല, അതുകൊണ്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല ഫോണൊന്നും വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ അപ്പൂപ്പൻ പറയുവാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ആഹാരമൊക്കെ കണ്ടുപിടിച്ച് ഇവിടുത്തെ കഴിഞ്ഞാലോ എന്നൊക്കെ നമ്മുടെ അപ്പൂപ്പൻ പറയുക. ആദ്യമായിട്ട് നിങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവർ വീണ്ടും നല്ല രക്ഷപ്പെട്ട് പോകാൻ വിചാരിക്കുവാണ് ഇവിടെ നിന്ന്. അപ്പോൾ അവരിങ്ങനെ നടന്നിങ്ങനെ നീങ്ങുവാണ് കുറേ ദൂരം. അപ്പം നമ്മുടെ ചെറുക്കൻ വീണ്ടും കോഴിയടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റത്ത് കോഴി. ലാസ്റ്റ് ആ പെണ്ണിന് ദേഷ്യം കയറി, പെണ്ണ് വഴക്കൊക്കെ പറഞ്ഞടാ എത്ര ആട്ട് കിട്ടിയാലും നിനക്കൊരു നാണമില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ റോക്ക് അങ്ങോട്ട് വന്നു. ഇങ്ങനെ റോക്ക് പെട്ടെന്ന് പറയാൻ, ഇങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങളെ വളയ്ക്കുക, പെണ്ണുങ്ങളെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് അത് നമ്മൾ ചെയ്യണം. ഇങ്ങനെ നീ പൊട്ടത്തരം കാണാൻ ചാട്ടും വീട്ടിൽ കൂട്ടാടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റോക്ക് പറയുന്നത് നാം വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല, പക്ഷേ അതാണ് സത്യമൊക്കെ പറയുന്നത്. നിനക്ക് ആദ്യം നമ്മൾ പെണ്ണുങ്ങളെ നമ്മൾ ആദ്യം അവരുടെ എന്താ കാര്യമാണ് നമ്മൾ അറിയണം, അവർക്ക് എന്താ ഇഷ്ടമുള്ളത് അതൊക്കെ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞുള്ള കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ റോക്ക് അങ്ങനെ പറഞ്ഞു. ഈ ചെറുക്കൻ പറയും ഞാൻ ഇഷ്ടമുള്ളത് നിങ്ങളുടെ മോടെ കയ്യിൽ നിന്ന് എൻ്റെ ചെറുക്കനൊരു അടി കൊള്ളിരിക്കും എന്ന് പറഞ്ഞ് കേട്ടോ, ശ്രദ്ധിച്ചോണം എന്ത് സംഭവിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും റോക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തിരിഞ്ഞെല്ലാം നേരെ നടക്കാൻ തുടങ്ങി. എന്നാലും നടന്ന് അവരൊരു സ്ഥലത്തെത്തി. ആ സ്ഥലത്താണ് ഇതിനെ തുറന്ന് പോകാനുള്ള വഴിയാണ്. പെട്ടെന്ന് നമ്മുടെ റോക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വെള്ളം, അവിടെ ഫുള്ള് നമ്മുടെ ഈ കടലിൻ്റെ അടിയിൽ കിടന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറയുകയില്ലേ ഏതോ സിനിമയിലൊക്കെ, അതൊക്കെ ഞാൻ മറന്നുപോയി. ആ സ്ഥലമായത്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി തരിച്ച് പോയി. പക്ഷെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവും നല്ല ഉറപ്പ് എല്ലാവർക്കും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ 14 വർഷം ഈ സ്ഥലം കാണത്തുള്ളൂ, അത് കഴിയുമ്പോൾ ഇത് താന്നു പോകും. അപ്പം നമ്മുടെ റോക്ക് പറയാം അപ്പോൾ അങ്ങോട്ട് പോടോ, ഇതൊന്നും 14 അല്ല, ഇത് 2 ദിവസം പോലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഇതിന് 2 ദിവസമേ നിൽക്കത്തുള്ളൂ. റോക്ക് പറഞ്ഞപ്പം പിന്നെ അത് 14 വർഷം വരെ നിൽക്കും. റോക്ക് പറയും ഇത് 2 ദിവസം നിന്നാൽ, ഒരു ദിവസം ഇപ്പം തന്നെ നിന്നാൽ ഇത് കഴിക്കാം, 2 ആഴ്ചയൊക്കെ നിൽക്കുമോ, ഒരു ദിവസം 2 ദിവസം നിൽക്കത്തുള്ളൂ, 100% ഉറപ്പാണ്. ഇവിടെ വെള്ളമൊക്കെ ഇപ്പം തന്നെ കയറി വരുന്നുണ്ട്, ഇത് മുങ്ങാൻ തുടങ്ങും ഇപ്പോൾ വേണേലും. നിങ്ങളിവിടെ നമുക്കിവിടെ നിന്ന് പോകുന്നതല്ല, ഇവിടെ റോക്ക് ആദ്യം പറഞ്ഞത് നമ്മുടെ അപ്പൂപ്പിന് വിശ്വാസം ഒന്നുമില്ല. പിന്നെ അപ്പൂപ്പൻ എന്താ സംശയം, ചിലപ്പോൾ ഇത് മുങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ച് നമ്മുടെ അപ്പൂപ്പൻ പറയത്താണ്ട് ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, ഒരു എന്താ പൊത്തിൻ്റെ അകത്ത്, അത് നമ്മൾ കയറി എടുക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറയും എനിക്കൊന്ന് നൂഡിൽസ് ഇന്നിട്ട് മരിച്ചാൽ മതി. പക്ഷേ നമ്മുടെ ചെറുക്കൻ പറയും ആ ബുക്ക് നമുക്ക് എടുക്കണം, ഇതിൻ്റെ അകത്തൊരു ബുക്കുണ്ട്, ഇവിടെ ഒരു അന്തർവാഹിനിയുണ്ട്, ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ വെള്ളത്തിൻ്റെ ഇടയിൽ പെട്ട് കിടക്കും, ആ അന്തർവാഹിനി നമ്മൾ തിരിച്ചുകൊണ്ട് പോയി നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് നമ്മുടെ ചെറുക്കൻ പറഞ്ഞപ്പോൾ ഇതാദ്യം ആരും അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് ആരും കൊല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പം പറയും ഇവിടെ ഉണ്ട് ഒരു അന്തർവാഹിനി, ഇതിൻ്റെ അകത്ത് ഇതാണ് ഈ നേരെ നമ്മൾ കാണുന്ന ഇതിൻ്റെ അകത്താണ് ആ ബുക്ക് ഇരിക്കുന്നത്. ആ ബുക്ക് ആരെടുക്കും? ഇത് അങ്ങനെ നമുക്ക് നമ്മുടെ അപ്പൂപ്പനൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ റോക്കിനും കാണാൻ പറ്റും. ലാസ്റ്റ് നമ്മുടെ നമ്മുടെ കഥാനായികയെ അങ്ങോട്ട് കയറി ചെല്ലുന്നു, ആ ബുക്ക് അങ്ങോട്ട് എടുത്തിങ്ങനെ കൈ പിടിച്ച് നോക്കുമ്പോൾ താണ്ട കിടക്കുന്നു, എല്ലാം കൊണ്ട് ഇടിച്ചും കുത്തി താഴോട്ട്. ദൈവമേ എന്ന് വിളിച്ചിവിടെ കൊച്ചി ചാടി രക്ഷപ്പെട്ട്, അല്ല ഇപ്പം ആ കാലിൻ്റെ ഇടയിൽ കിടന്നാണ്. ഇവർക്ക് കുറേ കാര്യം മനസ്സിലായി, ഇവിടുത്തെ വഴികളും ഇവിടെ സംഭവിക്കാൻ പോകുന്നതൊക്കെ കുറേയൊക്കെ മനസ്സിലായപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ വെസ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ മുങ്ങിക്കപ്പൽ കിടക്കുന്നതെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞു നമുക്ക് എത്രയും വേഗം തന്നെ ഇവിടുന്ന് പോകണം, ഇവിടുന്ന് പോയിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പറയുന്ന എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ്. എന്തായാലും ആട്ടെ രക്ഷപ്പെടുമായിരിക്കും, നമുക്ക് നോക്കാം. അവർ ഒരേ കാട് വഴികളെയും എളുപ്പമുള്ള സ്ഥലം 2 ആഴ്ചയിലും പിടിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ എത്തണമെങ്കിൽ. അന്നേരം തന്നെ ഇവർ കുറേ ഇടവഴികളും മലകളും, അപ്പോൾ തന്നെ അഗ്നിമർദ്ദം പൊട്ടാൻ പോകുന്നു. അത് കണ്ടപ്പോഴേ നമ്മുടെ ചെറുക്കനും നമ്മുടെ റോക്കിൻ്റെ തീരുമാനം. പെട്ടെന്ന് ഇവിടെ ചാരം പെട്ടെന്ന് സ്വർണം വീഴുന്നേ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് സ്വർണം? പിന്നെ സ്വർണ്ണമല പൊട്ടിയാൽ പിന്നെ സ്വർണ്ണം അല്ലാതെ പിന്നെ എന്ത് വരാനാന്ന് അപ്പൂപ്പൻ ചോദിച്ചപ്പോൾ
എല്ലാവരും മിണ്ടാതെ കണ്ണ് തള്ളി എല്ലാം അടിച്ചു വരിക. അപ്പോൾ നമ്മുടെ ചെറുക്കൻ പറയുകയാണ് നമുക്കത് പോയി എടുക്കാമെന്ന് പറയുക. അപ്പം പറയുക നിനക്ക് ഭ്രാന്താണ്, നിനക്ക് ജീവനാണ് വലുത് സ്വർണ്ണമാണ് വലുത്, എനിക്കിപ്പോൾ സ്വർണ്ണമാണ് വലുതെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ചെറുക്കൻ പെട്ടെന്ന് അവിടുന്ന് പോയിട്ട് സ്വർണ്ണം എടുക്കാനായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ നായിക അങ്ങോട്ട് വന്ന് നിനക്ക് ഭ്രാന്താണോ, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, നീ എന്തിനാ എപ്പോഴും റോക്കിനെ കുറ്റം പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചിൻ്റെ അച്ഛൻ എന്തോ ഏതാണ്ട് ആപ്പിളോ എന്തോ ഇത് പഴം വേണ്ടി എടുത്തുകൊണ്ട് തിന്നാൻ വേണേ. അപ്പോഴത്തേക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നത് അങ്ങനെയൊന്നും നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ നമ്മുടെ പേരൻസ് ഇങ്ങനെ പറയുന്നു. എൻ്റെ അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കലെന്നൊക്കെ നമ്മുടെ കൊച്ചു പറഞ്ഞപ്പോൾ അവൻ എന്തൊക്കെ ഉള്ളിൽ കുറ്റബോധമൊക്കെ തോന്നാൻ തുടങ്ങി. എന്താ കാര്യമെന്നൊന്നും അവന് അങ്ങോട്ട് പറഞ്ഞ് തെറ്റാന്ന് തന്നെ അവന് വിശ്വാസം ഉള്ളിൽ വന്നുകൊണ്ട് കൊച്ചു പറയുക എല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ നമ്മുടെ കൊച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ വീണ്ടും അവനിങ്ങനെ നടന്ന് അവൻ്റെ ഉള്ളിൽ ഇച്ചിരി കുറ്റബോധമൊക്കെ തോന്നിയതുകൊണ്ട് അവൻ വീണ്ടും അങ്ങോട്ട് തന്നെ നടക്കുവാണ്. അവൻ പിന്നെ അതങ്ങ് വിട്ട് സ്വർണ്ണമലയുടെ കാര്യം അങ്ങ് വിട്ട് അവൻ നടന്നിങ്ങനെ പൊക്കോണ്ടിരുന്നു. കാരണം ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടുകാരാകുന്നതും അവന് അതെല്ലാം കൂടെ കൂട്ടുകാരൊക്കെ ആയി ഒരു സന്തോഷത്തോടെ ഇങ്ങനെ നടന്ന് വരുമായിരുന്നു. നടന്ന് സ്ഥലമൊന്നും എത്തുന്നില്ല അതുപോലുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴും മികച്ചൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് ഈ മല കണ്ട് നമ്മുടെ റോക്കിൽ കീഴ് ഇതാണ് അവിടെ എളുപ്പമുള്ള വഴിയെന്ന് നമ്മുടെ അപ്പൂസിനോട് ചോദിക്കും. അപ്പൂസ് അപ്പം പറയും ഈ മല കയറിയാൽ തന്നെ അപ്പുറത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒരു വഴിയാണ്. പെട്ടെന്ന് ഒരു തേനീച്ചയുടെ പുറത്ത് നിന്ന് നമ്മുടെ അപ്പൂസ് മാസ് എൻട്രി ആയിട്ട് വന്നു. അപ്പൂസ കണ്ട് പറയും നിങ്ങളുടെ അമിതങ്ങാനം വീണ് നിങ്ങൾ പൊടി പോലും ബാക്കി കിട്ടത്തില്ലെന്ന് നമ്മുടെ റോക്ക് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അപ്പൂസ് പറയുക നീ വരുന്നെങ്കിൽ വരെ 2 തേനീച്ച പിടിച്ച് നിങ്ങളങ്ങോട്ട് വരാമെന്ന്. എടാ നമുക്ക് പോകാം, അവരെല്ലാം ഒന്നായി എല്ലാം അവന് നമ്മുടെ നായകൻ ഒരുപോലെ പോയി, നമ്മുടെ അപ്പൂപ്പൻ ഒറ്റയ്ക്കും പോയി, നമ്മുടെ റോക്കും നമ്മുടെ കൊച്ചിൻ്റെ അച്ഛനും കൂടെ നമ്മളൊരു തേനീച്ച പിടിച്ച് 3 പേര് ഇങ്ങനെ പോയി പറന്ന് ഭയങ്കര ശബ്ദമൊക്കെയാണ് പറന്നിങ്ങനെ ഒരു പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര ശബ്ദമാണ് ഇവർ പൊക്കോണ്ടിങ്ങനെ സന്തോഷിച്ച് എൻ്റെ ദൈവം എങ്ങനത്തെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അകലം കാണുമല്ലോ ഇതുപോലെ എനിക്കിങ്ങനെ പോയിട്ടില്ല. പെട്ടെന്ന് എന്തോ ആടെ ഒരു മയോൺസ് വന്ന് വീഴുന്ന പോലെ എന്തോ വന്ന് വീണ്. പിന്നെ മനസ്സിലായത് നമ്മുടെ കിളികളുടെ കാഷ്ടമായിരുന്നു വന്ന് വീണത്, കിളി നശിപ്പിച്ച്. എന്നിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ ദൈവം ഇത് പറച്ചിരി വരും. എന്നിട്ട് പെട്ടെന്ന് ഇവർ രക്ഷപ്പെട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കിളികൾ ഇവരെ പിന്തുടർന്ന് 3 പേരെ 3 കിളികളായിട്ട് പിന്തുടരാൻ തുടങ്ങി. കിളികളെ തമ്മിൽ നമ്മുടെ റോക്ക് കൂട്ടി ഇടിപ്പിച്ച് ഇതൊക്കെ നിങ്ങൾ സിനിമ നമ്മുടെ സൂപ്പർ സാധനം ഏതൊരു സിനിമയെ കണ്ടിട്ടുണ്ട്, പേര് അവർക്ക് മറന്നുപോയി. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, കിളികളിങ്ങനെ പറന്ന് വന്ന് വീണ്ടും ഇവരെ പിന്തുടർന്ന് ഇങ്ങനെ വരുമെന്ന്. പെട്ടെന്ന് എന്തോ നടത്തില്ല, പെട്ടെന്നാണ് കിളി ആക്രമിക്കുന്നത്. നമുക്കൊന്നും പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പം താഴെ പോയി നമ്മുടെ മാസ് എൻട്രി ആയിട്ട് നമ്മുടെ ചെറുക്കൻ നശിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങി. വീണ്ടും അവളെ എടുത്ത് സേഫായിട്ട് ഇറക്കി നമ്മുടെ ചെറുക്കൻ അടിച്ചും കുത്തി എന്നൊക്കെ പറഞ്ഞാൽ അവൻ വീട് നിങ്ങൾ കണ്ട് നോക്ക്. എൻ്റെ ദൈവം തമ്പുരാനെ അവൻ്റെ ഉരുണ്ട് അവൻ്റെ കാലെല്ലാം കൂടെ പോയി. ലാസ്റ്റ് മരുന്നൊക്കെ വെച്ച് കൊടുത്ത റോക്കും ലാസ്റ്റ് ഒന്നും 3 വരെ എണ്ണണമെന്ന് പറഞ്ഞ് നമ്മുടെ അപ്പൂസ്. പെട്ടെന്ന് നമ്മുടെ അപ്പൂസ് ആണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കി അവൻ്റെ കാല് പിടിച്ചങ്ങ് തിരിച്ച്. ഒന്ന് പറഞ്ഞപ്പോൾ എന്തിനാ തിരിച്ചേഞ്ച് ചോദിച്ചാൽ പറയാം, അതൊരു ട്രിക്ക്. നിങ്ങളെ 1 2 3 വെട്ടിക്കോളാൻ പറയാം. പിന്നെ ഇവർ വീണ്ടും സംസാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ പറഞ്ഞ് ഇങ്ങനെ എന്തൊരു പാട്ടൊക്കെ പാടി നമ്മുടെ ചെറുക്കൻ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മൾ പാട്ടങ്ങോട്ട് പാടി മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടെ പുതിയ പാട്ടൊക്കെ പാടി നമ്മുടെ റോക്ക് എഴുതുന്നപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ ശരിക്കും എടുക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ നമ്മളൊക്കെ നായനും എന്തൊക്കെ സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അന്നത്തേക്ക് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ പറഞ്ഞു മോനെ നീ അവനെ കെട്ടി ജീവിക്കാണ് നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ച് സന്തോഷമായി. പക്ഷെ അല്ല എനിക്ക് പഠിക്കണമെന്ന് മാത്രം അവളിങ്ങനെ പറയുക. അപ്പോൾ എൻ്റെ ആവശ്യം നമ്മുടെ എന്തൊക്കെ നായികളെ അതിന് വിഷമമൊക്കെ ഉണ്ടാകും, പഠിപ്പിക്കാനൊന്നും പൈസയൊന്നും ഇല്ലാത്തവരാണ്. അങ്ങനെ രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ചുറ്റും നാടെ വെള്ളം. അവർ പറഞ്ഞതുപോലെ 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ എല്ലാം നശിച്ചു തുടങ്ങാൻ തുടങ്ങി. ചുറ്റും വെള്ളം നശിക്കാൻ തുടങ്ങും, നമ്മുടെ ഈ ദ്വീപ് തന്നെ നശിച്ചു. പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിട്ട് ആ സമ്മറിയും കണ്ടുപിടിക്കണമെന്ന് പെട്ടെന്ന് പറയുക.
പെട്ടെന്ന് അവിടെ അച്ഛനെ കാണുന്നില്ല. പെട്ടെന്ന് അവിടെ അച്ഛനെ തപ്പി തപ്പി ഇവരെല്ലാം നടക്കുക. നമ്മുടെ നായികയുടെ അച്ഛനെ കാണുന്നില്ല. അപ്പം നമ്മുടെ റോക്കും നമ്മുടെ അപ്പൂസും കൂടെ അങ്ങോട്ട് യന്ത്രവാദി തപ്പി നടക്കാൻ പോയി. അതൊന്ന് നോക്കുമ്പോൾ സ്വർണ്ണമര ഒരു കുഞ്ഞു കല്ല്, സ്വർണ്ണക്കല്ല് കണ്ട് അതെടുക്കാൻ വേണ്ടി നമ്മുടെ നായികയുടെ അച്ഛൻ ശ്രമിക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ റോക്കും നമ്മുടെ ചെറുക്കനോടെ അവിടെ ചെന്ന് അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അവിടെ കാണുന്നില്ല. സ്ഥലത്ത് വന്ന് കടൽ ഒത്തിരി കയറി വന്നു. പെട്ടെന്ന് നമ്മുടെ റോക്ക് എന്തോ കണ്ടതുപോലെ റോക്കിന് തോന്നി, ഇതിൻ്റെ ഇത് താന്ന് പോയിട്ടുണ്ട്, ഒത്തിരി താഴെയായിട്ട് ഇട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ഈ ചേട്ടനായുണ്ടല്ലോ കുഞ്ഞു കല്ല് ഞോടി 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 ഇപ്പോൾ ഒരു വലിയ കല്ലേ നമ്മൾ ഇതൊക്കെ എടുത്തോണ്ട് എങ്ങനെ പോകാനാന്ന് ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്ന് അച്ഛാ എന്താ ഈ കാണിക്കുന്നത് കൊച്ചു വരും തലയ്ക്കോളം തന്നെ. എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ഇന്ന് കേട്ട് ഇതെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് അച്ഛനിങ്ങനെ പറയും. എനിക്ക് അച്ഛനാ വലുതെന്നൊക്കെ ഈ പെണ്ണിങ്ങനെ പറയും. ഇത് കേട്ട പുള്ളിക്ക് വിഷമമാണോ സന്തോഷമാണോ കരച്ചിലാണോ ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും പുള്ളിക്കാരിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും എന്താ എനിക്ക് ഈ സ്വർണ്ണം കൊണ്ട് പോകണം, എൻ്റെ മോക്കടി എന്തെങ്കിലും ചെയ്യണം പുള്ളി കരഞ്ഞുകൊണ്ടൊക്കെ പറയും. പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനെ വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ റോക്കിനെ നമ്മുടെ ചെറുക്കനെ കാണിക്കും. പാടെ തന്നെ പോകണമെന്നുണ്ട്. ഇവർ ചാടി ഒരു മീൻ ഇവരെ പിടിക്കാൻ വരികയാണ്. പിന്നെയും പോലും പിന്നെ പോയി. ഇതിനൊരു ട്വിസ്റ്റ് വരും. ഇപ്പം കണ്ടുവാണ് സമ്മറൈൻ്റെ അടുത്തോട്ട് ചെന്ന് സമ്മറയും കണ്ടു. അതൊക്കെ അതേ കയറാമെന്നൊക്കെ വിചാരിച്ചു നാണ്ടിടണം. ഇലക്ട്രിക് ഫിഷ് എന്നാണ് നിൽക്കുന്നത്. ദൈവമേ, പെട്ടെന്ന് നമ്മുടെ ചെറുക്കനും നമ്മുടെ റോഗും വിചാരിച്ചു ഇലക്ട്രിക് ഫിഷല്ലേ എന്താ ചെയ്യണമെന്ന്. പെട്ടെന്ന് ഇവർ മൂടി തുറന്ന് അകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് തുറക്കുന്നില്ല. പിന്നെ തുറന്ന് ഇവർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സമ്മറയും പിന്നെ വീണ്ടും നമ്മുടെ ചെറുക്കനെയും കൊച്ചിനെയും പെണ്ണിനെയും നമ്മുടെ അപ്പൂസിനെയും കാണിക്കണം. അപ്പൂസിനെ കാണിക്കുമ്പോൾ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വഴി തെറ്റിപ്പോയി. എവിടോട്ടാണ് പോകേണ്ടത്? വെസ്റ്റ് വെച്ചു പുള്ളിക്കാരൻ പറഞ്ഞു 8 വല വെച്ച് പോയാൽ മതി, അത് വെസ്റ്റ് സൈഡിലോട്ടാണ് നേരെ ഇറങ്ങുന്നത്. വെസ്റ്റ് സൈഡിൻ്റെ വായിലോട്ട് ചെന്ന് നമ്മൾ 8 ഇവിടെ ആള് പെശക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ തല്ലിക്കൊല്ലോ. ഇതിനകത്ത് പെശക 8 കൂട്ടി പെട്ടെന്ന് തന്നെ അപ്പോഴത്തേക്കും വീട്ടിൽ നമ്മൾ റോക്കിനെ കാണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി വേണം. കുറേ നാളായിട്ട് നിർത്തിയിട്ടൊക്കെയല്ലേ, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചായിരിക്കും എന്ത് ചെയ്യാനെന്ന് പറയാം. അപ്പോൾ നമ്മുടെ റോക്കിൻ്റെ മനസ്സിൽ ഒരു ലഡ് പൊട്ടി. നോക്കുന്നത് പുറത്ത് ഉള്ളിൽ ഇലക്ട്രിസിറ്റി തന്നെയല്ലേ ആ മീനെ നമുക്കങ്ങ് കുത്തി കയറ്റി അതിനകത്ത് കറണ്ട് എടുക്കാമല്ലോ എന്ന് ഞാൻ തൊടുത്താണ് പണിക്കുറ്റങ്ങ വേറെ കാര്യം. അതിൻ്റെ അകത്ത് വെച്ചത് കണ്ടുപിടിക്കാൻ ബുദ്ധി തോന്നി. എന്തെങ്കിലും ഒന്ന് കെട്ടി വെച്ചിട്ട് അതിനിട്ട് എറിയാൻ നമ്മുടെ റോക്ക് വിചാരിക്കും. റോക്കാണ് അതിനെല്ലാം സൂട്ടൊക്കെ ഇട്ട് നമ്മുടെ റോക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോവുക. നീ ഒരു ഹീറോ ആണെന്ന് വിചാരിച്ച് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ മേളിൽ കാണിക്കുമ്പോൾ എല്ലായിടത്തും വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആ സ്ഥലമേ ഇല്ലാതാകാൻ തുടങ്ങി. പുള്ളിക്കാരൻ പറഞ്ഞ് തെറ്റ് പറ്റി. താണ്ട വിണ്ട് കയറിപ്പോയി. ഇവർ 3 പേരും ഇത്രമേ ഉള്ളൂ മേളിൽ കിടന്നു. പക്ഷേ നമ്മുടെ റോക്ക് താണ്ട ഇലക്ട്രിക് ഫിഷിൻ്റെ നേരെ ഞാൻ പറഞ്ഞ പോലെ ആയുധമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങളിത് കാണാത്തവരാണ് ഇത് കണ്ടിരിക്കണം. നല്ലൊരു പടമാണിത്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴത്തേക്ക് നമ്മുടെ റോക്ക് വീണ്ടും കഥയിലേക്ക് കഴിവാണ്. റോക്ക് വീണ്ടും ഇലക്ട്രിസിറ്റി വന്ന് നമ്മുടെ ചെറുക്കം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അത് പൊക്കി സാധനം മേലോട്ട് പൊങ്ങി വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ അവർ വെള്ളത്തിലൊക്കെ ആയി. പെട്ടെന്ന് നമ്മുടെ ചെറുക്കം മാസമായിട്ട് നമ്മുടെ റോക്കും ചെറുക്കിനോട് വന്ന് അങ്ങ് പൊതിഞ്ഞെടുത്തോണ്ട് പോവും എല്ലാവരെയായിട്ട് അകത്തോട്ട്. രക്ഷപ്പെട്ടെന്ന് കൊച്ചിൻ്റെ അച്ഛൻ റോക്ക് അവിടെ ഓടിക്കുന്ന കേട്ടോ, വണ്ടിയല്ല അന്തർവാഹിനി ഓടിക്കുന്നത്. രക്ഷപ്പെട്ടിട്ടില്ല. ഈ കല്ലിനിടയ്ക്ക് വെട്ട് നമ്മൾ തീർന്നു പെടും ഉറപ്പാണ്. റോക്ക് പാഞ്ഞു പോവുക. പോകാൻ നല്ല സ്പീഡ് നമ്മൾ റോക്ക് പോവുക. നമ്മുടെ ചെറുക്കനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ റോക്ക് പോവുക. എന്നിട്ട് മിസൈലൊക്കെ വെച്ചിട്ട് പൊട്ടിച്ച് കളയാനായിട്ട് കല്ലല്ലേ 8ൻ്റെ പണി വീണ്ടും കിട്ടും. 8 മിസൈലൊക്കെ വെച്ച് മിസൈൽ വിട്ട് നമ്മുടെ ചെറുക്കൻ വണ്ടി ഓടിച്ചുകൊണ്ട് കയറ്റി പാസ് ചെയ്ത് നമ്മൾ കയറി ആ സ്ഥലത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരുന്നത് കൊണ്ടാണ് കാണിക്കുന്നത്. ഇപ്പം സ്ഥലം ഉള്ളിൽ നശിച്ചു. എന്നിട്ട് നമ്മുടെ ചെറുക്കനെ വഴി ചെറിയ കൊച്ചിന് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി കെട്ടിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കാണിക്കുന്നത് 2 വർഷം കഴിഞ്ഞ് കാണിക്കുന്നതാണ്. പെണ്ണിപ്പം പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെറുക്കൻ്റെ കൂടെ നിന്നിട്ട് പഠിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ അച്ഛനൊരു ജോലി കിട്ടി. നിങ്ങളിത് കണ്ട് നോക്കി ഞെട്ടിത്തരിച്ചു പോകും. അന്ന് കൊണ്ടുവന്ന ആ സമീറീനാണ് ഇപ്പോൾ അത് ലക്ഷപ്രഭുവായിട്ട് കടലിലടി കാണിക്കാൻ ലക്ഷപ്രഭുവാണ് വകുപ്പുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇവരെല്ലാം മാത്രമെങ്കിലും പെട്ടെന്ന് നമ്മുടെ അപ്പൂസ് വന്നിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്.
നിങ്ങൾ ഈ കഥ കാണാൻ ഇത് അടുത്ത കഥ ഇറങ്ങുവാന്ന്. നിങ്ങൾ ഈ കഥ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കഥ ഇതുവരെ ഇറങ്ങുവാണ്, ഞാൻ വീഡിയോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ചന്ദ്രനിൽ പോകുന്ന കഥ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാം. ഇവരുടെ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ പുതിയൊരാളാണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം. പടം ഇറങ്ങുവാണ് നിങ്ങൾക്ക് ഇട്ട്